അവിടെ നിന്നപ്പോ ഒരു കമ്പൗണ്ടർ വന്ന് പറഞ്ഞ് ഇവിടെ നിക്കരുതെന്ന്. അങ്ങോട്ട് മാറി നിന്നപ്പോ വേറൊരു കമ്പൗണ്ടർ വന്ന് പറഞ്ഞ് അവിടെ നിക്കരുതെന്ന്. ഇവിടെ എന്നിട്ട് ഇതുവരെ ആരും ഒന്നും പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് നിലയുറപ്പിച്ചു. ഇവിടെ ഡോക്ടർ ഒഴിച്ചു ബാക്കി എല്ലാത്തിനും മുറ്റ് ജാടയാ. പേരും ഡീറ്റെയിൽസും പറയൂ. തന്നെയല്ലാത്ത കാരണത്താൽ വിവാഹബന്ധം വേർപെടുത്തിയ സുനിൽ കുമാർ 40 വയസ്സ്. അനുയോജ്യരായ കമ്പൗണ്ടർ യുവതികളിൽ നിന്നും വിവാഹാലോചനകൾ ക്ഷണിക്കുന്നു. സോറി, ഞരമ്പിന്റെ ഡോക്ടർ ലീവിലാണ്. പോയിട്ട് അടുത്ത ബുധനാഴ്ച വരൂ. അയ്യോ അത് പറ്റില്ല, എനിക്ക് ഏതെങ്കിലും ഡോക്ടറെ കണ്ടാ മതി. ശരി ശരി, അങ്ങോട്ട് മാറി നിന്നോ. പേര് വിളിക്കും. അയ്യോ പേര് വിളിക്കല്ലേ, കുട്ടി എന്നെ സുനിയേട്ടാന്ന് വിളിച്ചാ മതി. ഓ അതല്ല, ഡോക്ടർ പേര് വിളിക്കുന്ന. ഓ അങ്ങനെ. ഇനി അടുത്ത ആള് പേര് ഡീറ്റെയിൽസും പറഞ്ഞേ. വിശ്വരാജൻ 50 പൈസ. 50 വയസ്സ്. വിശ്വരാജനോ? അങ്ങനെ പറഞ്ഞാ മതി, ഡോക്ടർക്ക് അറിയാം. ഞങ്ങൾ തമ്മിൽ വർഷങ്ങൾ കൊണ്ടുള്ള പരിചയമാ. ആ ശരി ശരി, അങ്ങോട്ട് മാറി നിക്ക്, അവിടെ വിളിക്കും. ആ ഇനി അടുത്ത ആള് വന്നേ. സുധാമണി പുണർദം. അയ്യോ എന്റെ പൊന്നു ചേച്ചി, ഇത് അമ്പലത്തിലെ വഴിപാട് കൗണ്ടറല്ല. പേര് വയസ്സും പറയും. സോറി, അമ്പലത്തിൽ നിന്ന് നേരിട്ടിങ്ങ് പോരുവായിരുന്നേ, അതുകൊണ്ടാ. സുധാമണി 51 വയസ്സ്. സുധാമണി 51 വയസ്സ്. ആ അടുത്ത ആള് വാ, പേര് പറയൂ. മദനമോഹനൻ മേനോൻ 55 വയസ്സ്. ആ പേര് ഒന്നുകൂടെ പറയാവോ? മദനമോഹനൻ മേനോൻ. അതെങ്ങനെ അടി എഴുതുന്നത്? എനിക്കും വലിയ പിടിയൊന്നും ഇല്ലടി. നീ ഒരു കാര്യം ചെയ്, മധുവണ്ണൻ അങ്ങ് എഴുതി വിടും. ശരി ശരി, ദാ അങ്ങോട്ട് മാറിയെന്നോളൂ, അവിടെ വിളിക്കും. അയ്യോ ഇതേ ഡോക്ടർ എത്തി. എല്ലാവരും ഒതുങ്ങി നിന്നേ, വേഗം വേഗം വേഗം. ആദ്യത്തെ പേഷ്യന്റിനെ വിളിക്കൂ. സുനിൽ കുമാർ. സുനിൽ കുമാർ ഉണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. അങ്ങോട്ടിരിക്കൂ. ആ പറ, എന്താ പ്രശ്നം? ഡോക്ടർ, എനിക്ക് എല്ലാ ദിവസവും രാവിലെ പുട്ട് വേണം. ദാണ്ട കിടക്കുന്നു. എടാ പുട്ട് വേണമെങ്കിൽ വലിയ ഹോട്ടലിൽ പോയി കേറ്. എന്നാത്തിന് ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? അതല്ല ഡോക്ടറെ, നമ്മൾ ഈ പുട്ടിന്റെ ഒരു തൊലി പൊടിച്ച് എവിടെ തിന്നുന്നൊരു സാധനം. ആ അത് പഴമല്ലേ? അതിന് അതെനിക്ക് വരൂല. ഞാൻ പയം എന്നാ പറയുന്നത്. അത് ശരി, അപ്പൊ പഴത്തിന് നീ പയം എന്നാണ് പറയുന്നത്. നീ വാഴപ്പഴം പുഴുങ്ങി എന്നൊന്ന് പറഞ്ഞേ. വാഴപ്പഴം പുഴുങ്ങി. ആ ഇത് പ്രശ്നമാ. അയ്യോ എന്താ ഡോക്ടറെ, എനിക്ക് ഓപ്പറേഷൻ ചെയ്യേണ്ടി വരുമോ? വേണ്ടി വരും. ഓപ്പറേഷൻ ടങ് ക്ലീനർ എന്നാണ് അതിന്റെ പേര്. എന്നാ ഈ ചീത്ത സൂപ്പർ മാർക്കറ്റിൽ കാണിച്ചാൽ മതി. ഇത് നാക്കോടിക്കുന്ന സാധനമല്ലേ? ഇതെന്റെ വീട്ടിലുണ്ട്. അത് വീട്ടിൽ മേടിച്ച് വെച്ചാ പോരാ, ഇടയ്ക്കെടുത്തൊന്ന് ഉപയോഗിക്കണം. അറിയാ പോണ അവിടുന്ന്. സിസ്റ്റർ അടുത്താളെ വിളിക്കൂ. വിശ്വരാജൻ. വിശ്വരാജൻ ഉണ്ടോ? അയ്യോ ഉണ്ട് പെങ്ങളെ, ഉണ്ട്. കുറെ നാളായല്ലോ ഈ വഴിയൊക്കെ കണ്ടിട്ട്. ഓ എന്തോ പറയാനാ ഡോക്ടറെ, തിരക്കോട് തിരക്കില്ലായ്മല്ലേ. ഇതെന്താ ഡോക്ടർ ഇയാൾക്ക് ഇങ്ങനെ ഒരു പേര്, വിശ്വരാജൻ? അയ്യോ ഇയാളുടെ ശരിക്കുള്ള പേര് രാജന്നാ. വീട്ടില് വഴക്കുണ്ടാക്കുമ്പോഴേ വീട്ടുകാരെ പേടിപ്പിക്കാൻ വേണ്ടി വിഷം എടുത്ത് അടിക്കും. ഇപ്പൊ 6-7 തവണ ആയി. അങ്ങനെ കിട്ടിയ പേരാ വിശ്വരാജൻ. ഒന്ന് മണ്ണെണ്ണ രാജൻ എന്നായിരുന്നു. അന്നൊക്കെ വീട്ടിൽ വഴക്കുണ്ടാകുമ്പോ ഞാൻ മണ്ണെണ്ണ എടുത്ത് തലവഴി ഒഴിക്കും. അയ്യോ എന്നിട്ട് എന്തുവാ, ഒരു ദിവസം എന്റെ അടവ് നൈസായിട്ടങ്ങ് പാളി. ഞാൻ മണ്ണെണ്ണ എടുത്ത് ഒഴിച്ചതും അച്ഛൻ തീപ്പട്ടിക്കൊള്ളി ഒരച്ചോണ്ടിഞ്ഞ് വന്നു. എന്നിട്ട് കത്തിച്ചോ? കത്തിച്ചാ ഞാൻ അന്നേ അൽഫാമായി പോകത്തില്ലേ. ഞാനിറങ്ങി ഓടി. 5 കിലോമീറ്ററാ പുള്ളിയിലിട്ട് ഓടിച്ചത്. ഓടി ഓടി എന്റെ വായിക്കൂടെ പത വരെ വന്നു. ആ പത കൊണ്ട് ഏതോ ഒരുത്തം വിളിച്ചു പറഞ്ഞ് രാജൻ വിഷം അടിച്ചത് ആ വായിക്കൂടെ പത വരുന്നത്. അത് ഞാനൊരു ഐഡിയ ആക്കി. അന്ന് തൊട്ട് മണ്ണെണ്ണ മാറ്റി വിഷമാക്കി. ഈ മണ്ണെണ്ണയൊക്കെ ദേഹത്ത് വീണ മുടിയൊക്കെ കൊഴിഞ്ഞു പോത്തില്ലേ? മുടി മാത്രോ, എന്റെ ദേഹത്തുള്ള സകല രോമകൂപങ്ങളും കൊഴിഞ്ഞു പോയത്. പെങ്ങൾ നോക്കണം, ദേ ഈ പുരുകം വരെ വിഗ്ഗ. അയ്യോ പുരുകത്തിന്റെ വിഗ്ഗിനെ ആദ്യമായിട്ടാ കാണുന്നേ. അതൊക്കെ ഇരിക്കട്ടെ, ഇപ്പൊ വന്ന എന്തിനാ? ഡോക്ടറെ, വിഷം അടിച്ചിട്ട് വരുമ്പോ നിങ്ങൾ ഈ സോപ്പ് വെള്ളം വെച്ച് വയറ് വാഷ് ചെയ്യത്തില്ലേ? അങ്ങനെ വാഷ് ചെയ്ത് എനിക്ക് ഈ ബാർ സോപ്പ് കാണുമ്പോ ഒന്ന് തിന്നാൻ തോന്നുവാ. രാവിലെ വേണ്ടേ ഇത്രേശമുള്ള 501 ബാർ സോപ്പ് തിന്നിട്ടാ ഞാൻ വന്നത്. എന്നിട്ട് വിശപ്പ് അങ്ങോട്ട് മാറുന്നില്ലെന്നേ. താഴെ കാര്യം ചെയ്യും. ആ കാണുന്ന പലവിക്ക് കളയുന്നേ, തനിക്ക് ആവശ്യമുള്ള ബാർ സോപ്പ് മേടിച്ചങ്ങ് തിന്ന്. എന്നിട്ട് എന്റെ പത്തിന് എഴുതിക്കോളാൻ പറ. ഇനി മേല ഇതും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. ഓ ഇന്ന് ഏവരാണോ കണി കണ്ടത്? നമസ്കാരം സർ. എന്താണ് അസുഖം? വേദനയാണ് സർ. മുട്ടുവേദനയാണോ? അല്ല സർ, മനോവേദന. മനുവിന് വേദനയാണെങ്കിൽ
മനു അല്ലേ വരേണ്ടത്? എന്നിട്ട് അവനെന്തേ? മനു അല്ല സാർ, മനോവേദന, മനസ്സിന്റെ വേദന. ശ്ശെ, ഇത് വലിയ തലവേദന ആയല്ലോ. എന്നാത്തിനാണാവോ മനസ്സിൽ ഇത്ര വേദന? അറിയില്ല സാർ, ഒരു കാര്യവുമില്ലാതെ ഒരു മനോവേദന. സാർ എന്തെങ്കിലും ഒരു മരുന്ന് തരണം. ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ ആദ്യം പോയി മനസ്സിന്റെ ഒരു എക്സ്റേ എടുത്തിട്ട് വാ. ഞാനൊന്ന് പഠിക്കട്ടെ. ശരി സാർ. അപ്പൊ വേദനയ്ക്ക്? വേദനയ്ക്ക് ദാണ്ട ഫാർമസി ചെന്നാ മതി. പാരസിറ്റമോൾ ഉണ്ട്, അങ്ങോട്ട് ചെന്നോ. ശരി സാർ. അല്ല, ഫാർമസി ചെന്നിട്ട് ആരുടെ ചിറ്റയുടെ മോളെയാ കാണാൻ പറഞ്ഞത്? അയ്യോ, ആരുടെ ചിറ്റയുടെ മോളല്ല, പാരസിറ്റമോൾ. അതൊരു ഗുളികയാ. ഓ ശരി സാർ. ഓ, ഇതൊക്കെ പാരസിറ്റമോൾ അല്ല, പാറ്റാ ഗുളികയാ കൊടുക്കേണ്ടത്. വിളിക്കും സിസ്റ്ററെ. മധുവണ്ണൻ, മധുവണ്ണൻ ഉണ്ടോ? മധുവണ്ണനല്ല, മദനമോഹനൻ മേനോൻ. ആ, മധുവണ്ണൻ ഇപ്പൊ ഇരിക്കും. എന്താ അസുഖം? ഉറങ്ങുമ്പോൾ കണ്ണടയുന്നില്ല ഡോക്ടർ. അപ്പൊ ഉറക്കമില്ലായ്മയാണോ പ്രശ്നം? ഉറക്കമൊക്കെ ഉണ്ട്, എപ്പോഴും ഉറക്കം. പക്ഷെ ഉറങ്ങുമ്പോഴും കണ്ണങ്ങ് തുറന്നിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ മാത്രം റെമ്മടിച്ചതിന് ശേഷം ഇങ്ങനെ. ഓ, അത് ശരി. ഉറങ്ങുമ്പോ കണ്ണടയ്ക്കണം, അത്രയല്ലേ ഉള്ളൂ? അതെ, അത്രേ ഉള്ളൂ. ദാണ്ട, ഇതങ്ങോട്ടൊന്ന് പിടി. ഇതെന്തിനാ സൂചിയും നൂലും? കണ്ണടയുന്നില്ലെങ്കിലേ പോളെ രണ്ട് പിടിച്ചു വെച്ചങ്ങ് തയ്ക്കണോ? സിസ്റ്ററെ, ഇന്ന് ഇനി പുതിയ ചീട്ട് ഒന്നും എഴുതണ്ട. അപ്പൊ പേഷ്യൻസ് വന്ന്